പാനിലേക്ക് അല്പം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക, അല്പം ഉലുവയും ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഫ്രൈ ആക്കി ആദ്യം മാറ്റിയെടുക്കാം നമുക്ക്. ഇതൊന്ന് പാനിലേക്ക് 10 മില്ലി നല്ലെണ്ണ ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒരു 200 ഗ്രാം നെല്ലിക്ക ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നന്നായി ഫ്രൈ ആക്കി എടുക്കാം നമുക്ക്. ആദ്യം ചെറു തീയിൽ ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഒരു സ്പെഷ്യൽ രീതിയിലാണ് നമ്മളിന്ന് നെല്ലിക്ക അച്ചാർ തയ്യാറാക്കുന്നത്. വേണ്ടോ, ഫ്രൈ ആയി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. കല്ലുപ്പാണ് ഇടേണ്ടത്. ഒപ്പം തന്നെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. വീണ്ടും ഫ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് ഫ്രൈ ആക്കണം കേട്ടോ. വീണ്ടും ഫ്രൈ ആക്കുക. ഇതേപോലെ ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കൊന്ന് തീ ഓഫ് ചെയ്യാം. ഇത് പാകമായോ എന്ന് എങ്ങനെയാണ് നോക്കുന്നതും കൂടി പറഞ്ഞു തരാം. നെല്ലിക്ക എടുക്കുക, ഒരു പാത്രത്തിലേക്ക് ഇട്ട് നോക്കുക. അതിനുശേഷം തള്ളവിരൽ കൊണ്ട് നമ്മളൊന്ന് ഉടച്ച് നോക്കുന്നതുണ്ട്. വിടർന്ന് വരും, കുരു മാത്രം സെപ്പറേറ്റ് ആയിട്ട് വരും. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. നന്നായി ആറിയതിന് ശേഷം വേണം നമുക്ക് കുരു ഇതിൽ നിന്നും മാറ്റിയെടുക്കാൻ. നെല്ലിക്കയുടെ വിതകളെല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1.5 സ്പൂൺ മുളക് പൊടി ഇട്ടെടുക്കുക. കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇത് നന്നായി ചേർത്ത് ഇളക്കുക. കാരണം നമ്മൾ ഉപ്പ് ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നന്നായി ഉപ്പ് പിടിച്ചിട്ടുണ്ട്. കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. കായപ്പൊടി ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കായം വറുത്ത് പൊടിച്ചും ഇടാം. ഇതാ നമ്മളുടെ സ്പെഷ്യൽ നെല്ലിക്ക അച്ചാർ കണ്ടോ? കാണുമ്പോൾ തന്നെ കൊതിയാവണു കഴിക്കാൻ. ഇരിക്കുന്ന കടുകും ഉലുവയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. കടുകും ഉലുവയും ചേർത്ത് കൊടുത്തു. ഇനി ചേർത്ത് നന്നായി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. സ്പെഷ്യൽ നെല്ലിക്ക അച്ചാർ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതേപോലെ സ്പെഷ്യൽ പ്രത്യേക രീതിയിൽ തയ്യാറാക്കുക. ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.